നമസ്കാരം. പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ തീപ്പൊരി മുഖമായി മാറി എറണാകുളത്ത് DCC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന, കേരളത്തിലെമ്പാടുമുള്ള പ്രസംഗവേദികളിൽ കോൺഗ്രസിന് ആവേശം പകരുന്ന ശ്രീ ജിൻഡോ ജോണാണ് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം. നമുക്ക് CJP മുന്നണിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ചാനൽ ചർച്ചകളിൽ ശ്രീ ജിൻഡോ ഉൾപ്പെടുന്ന ആളുകൾ നിരന്തരം പറയുന്നൊരു കാര്യമാണ്, കേരളത്തിൽ കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ UDFനെതിരെ CJP മുന്നണി പ്രവർത്തിക്കുന്നു. പല വിഷയങ്ങളിൽ അത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവർക്ക് ഭരണമുള്ള ഏക സംസ്ഥാനമാണ്. ആ ഭരണം അവർക്ക് നിലനിർത്താൻ അവർ എന്ത് നെറുകെട്ട കളിയും കളിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറുഭാഗത്ത് 2 തവണയായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് ഭരണം പിടിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ BJP CPM ഒരു അപ്രഖ്യാപിത അല്ലെങ്കിൽ ഒരു അലിഖിത കൂട്ടുകെട്ട് കേരളത്തിലുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പാലക്കാട് ബൈ ഇലക്ഷൻ്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീലപ്പെട്ടി തിരയാൻ വന്നത് CPMൻ്റെയും BJPയുടെയും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തോളിൽ കൈയിട്ടുകൊണ്ട് ഇതേവരെ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേരളത്തിൽ 50-ലധികം സീറ്റുകളിൽ RSSൻ്റെ പിന്തുണ CPMന് ഉണ്ടായിരുന്നു എന്ന് RSSൻ്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൻ്റെ ചീഫായിരുന്ന ബാലശങ്കർ പറഞ്ഞിട്ടുണ്ട്. CPM നേതാക്കന്മാരോ BJP നേതാക്കന്മാരോ അത് തള്ളി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കൊടകര കുഴൽപ്പണക്കേസ് നടന്ന സമയം കൂടിയാണ്. കേരളത്തിലെ 11 ജില്ലകളിലായിട്ട് 44 കോടിയിലധികം രൂപ കൊണ്ടുവന്നു എന്ന് കേരള പോലീസ് കണ്ടെത്തിയ ഒരു വിഷയം. ഒരു നടപടി ഉണ്ടായില്ല. ഇവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതിക്കൊണ്ട് പിണറായി വിജയന്റെ പോലീസ് കാത്തിരുന്നു എന്നാണ് പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും സംസ്ഥാന പോലീസിന് കേസെടുക്കാവുന്ന വകുപ്പാണ്. അങ്ങനെ ഒരു കേസ് കേരളത്തിൽ എടുത്തിട്ടില്ല. കേരള പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി പണം കൊണ്ടുപോകും. തെരഞ്ഞെടുപ്പിൽ മാൽ പ്രാക്ടീസസ് നടത്തുന്നത്, അട്ടിമറിക്കുന്നത്, പണം ഉപയോഗിച്ച് സ്വാധീനിക്കുന്നത്, ഇതെല്ലാം സംസ്ഥാന പോലീസിന് കേസെടുക്കാവുന്ന വകുപ്പാണ്. അങ്ങനെ ഒരു കേസ് എടുത്തിട്ടില്ല. ഇനി കൊടകര കുഴൽപ്പണ കേസിലെ സുരേന്ദ്രന് സാക്ഷിയാണ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതിൽ മറ്റു പല വെളിപ്പെടുത്തലും വന്നിട്ടുണ്ട്. ഓഫീസ് സെക്രട്ടറിയുടെ ആ വെളിപ്പെടുത്തലിലൊന്നും പിന്നീട് ഒരു നടപടി ഉണ്ടാകുന്ന നമ്മൾ കാണുന്നില്ല. മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പ് കോഴക്കേസുണ്ട്. ആ കോഴക്കേസിൽ സുരേന്ദ്രന് രക്ഷപ്പെടാൻ സൗകര്യം ചെയ്തു കൊടുത്തത് കേരളത്തിലെ പിണറായി വിജയന്റെ പ്രോസിക്യൂഷനാണ്. അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാം. ഇനി ഏറ്റവും അവസാനം പാലക്കാടത്തെ CPMന്റെ സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണകുമാറിനെതിരെ അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായിട്ടുള്ള സ്ത്രീ കൊടുത്തിട്ടുള്ള ആ പീഡന പരാതി, അത് കഴിഞ്ഞ ഈ 2025 ഏപ്രിൽ മാസം 7-ാം തീയതി പ്രധാനമന്ത്രിക്ക് കൊടുത്തൊരു പരാതി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ആ കത്ത് ഫോർവേഡ് ചെയ്യപ്പെട്ട് 22-ാം തീയതി കൗണ്ടർ സൈൻ ചെയ്തിട്ട് പാലക്കാട് അന്വേഷിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇതേവരെ നടപടി എടുത്തിട്ടില്ല. ഈ ആരോപണം പുറത്തു വന്നപ്പോൾ CPM നേതാക്കന്മാർ പറഞ്ഞത് BJPയുടെ നേതാവിനെതിരെ വെറുതെ മുൻപ് പറഞ്ഞ ആക്ഷേപണം വെറുതെ പറയുന്നതാണ്. ഇനി പറവൂരത്തെ ഒരു അടുത്ത കാലത്തുണ്ടായ വിവാദവുമായി ബന്ധപ്പെട്ട് വൈപ്പിൻകരയിലെ MLAയുടെ പേരുമായി പരാമർശിക്കപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ BJPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവർക്ക് അനുകൂലമായിട്ടാണ്. അത് കോൺഗ്രസ് പടയ്ക്കുന്ന വാർത്തയാണെന്നാ പറയാം. ഇനി കായംകുളത്തെ MLA പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോൾ MP രാജേഷിന്റെ വകുപ്പാണ് എക്സൈസ് വകുപ്പ്. കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോൾ ആദ്യം പ്രതിഷേധിച്ച രാഷ്ട്രീയ നേതാക്കന്മാര് BJP നേതാവായിട്ടുള്ള B ഗോപാലകൃഷ്ണനും സംസ്കൃത യൂണിവേഴ്സിറ്റി പഴയ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ, 2 BJP നേതാക്കന്മാരാണ് ഈ പറഞ്ഞ പ്രതിഭ ഹരിയുടെ മകന് വേണ്ടി വാദിച്ചത്. ആ കുഞ്ഞിനോട് ഒരു കനിവ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം CPM നേതാക്കന്മാർ പ്രതികരിച്ചത്. മനസ്സിലായോ? ഇതിങ്ങനെ ഒരു നെക്സസ് ഉണ്ട്. ഇനി തിരിച്ച് ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് തൃശ്ശൂർ തേക്കങ്കാട് മൈതാനത്ത് നരേന്ദ്രമോദി പ്രസംഗിച്ചത്, അല്ലേ? പിണറായി വിജയനെ കുറിച്ചിട്ട് നരേന്ദ്രമോദിക്ക് വരെ അറിയാം, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ അറിയാം സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ്. നടപടി എടുക്കാത്ത എന്താ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അയാൾ ഒരു ടിഷ്യൂ പേപ്പർ കൊടുത്താൽ അതിലും ഒപ്പിടുമെന്ന് അവകാശപ്പെടുന്ന ശിവശങ്കരൻ 112 ദിവസം ജയിലിൽ കിടന്ന് ലൈഫ് മിഷൻ കോഴക്കേസിലാണ്. അയാൾക്ക് മേലേക്ക് ഒരു അന്വേഷണമില്ല, മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം ചോദിക്കലില്ല. മന്ത്രിമാരുൾപ്പെടെ സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, മകളുടെ മാസപ്പടി കേസ്. ഈ മകളുടെ മാസപ്പടി കേസിന്റെ തുടക്കം വരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. 2 കക്ഷികൾക്ക് മാത്രമേ ഇത് അറിയുള്ളൂ.
വീണ തൈക്കണ്ടിലിന്റെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട SFIOയുടെ മറ്റേ ഇന്ററിം അന്വേഷണം നടക്കുന്നതിന് മുമ്പ് ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടെന്ന് അറിയാവുന്ന രണ്ട് കക്ഷികൾ. ഒന്ന് പിണറായി വിജയനും മകളും അവരുടെ പാർട്ടിയും, രണ്ട് ഈ ഇൻകം ടാക്സിനെ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ BJPയും. ഈ രണ്ട് കൂട്ടരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രചാരണമാക്കി എടുത്തില്ല. അതിനുശേഷം മനോരമ പത്രത്തിൽ ജോമി തോമസിന്റെ ആർട്ടിക്കിൾ വന്നതിന് ശേഷം നാട്ടുകാരറിയുന്നത്. അപ്പൊ അതിന് 2-3 വർഷം മുമ്പ് ഇവർക്ക് അറിയാവുന്ന കാര്യം BJPക്കാരും CPM-കാരും മറച്ചു വെച്ചു. CPM-കാർ മറച്ചു വെച്ചത് നമുക്ക് മനസ്സിലാക്കാം, മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ. BJPക്കാർ എന്തിനു മറച്ചു വെച്ചു? മാസപ്പടി കേസിന്റെ അന്വേഷണം എവിടം വരെയായി? എന്ത് നടപടിയെടുത്തു? അപ്പം മുഖ്യമന്ത്രിക്ക് പോലും അതിൽ ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അഴിമതി അന്വേഷിക്കേണ്ടത് CBI അല്ലേ? അന്വേഷിച്ചില്ല. ഇനി മുഖ്യമന്ത്രി കേസിൽ പ്രതിയായിട്ടുള്ള ലാവ്ലിൻ കേസിൽ അദ്ദേഹത്തിന്റെ വിടുതൽ കൊടുത്തതിനെതിരായിട്ടുള്ള ഹർജിയിൽ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ 38 തവണയാണ് ഹാജരാകാതിരുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇനി ED കരുവന്നൂരിൽ വരും എന്നൊക്കെ പറഞ്ഞു. സുരേഷ് ഗോപി ഒരു പദയാത്ര നടത്തി. എന്തേ കരുവന്നൂരിൽ ED വരാത്തത്? കപ്പലണ്ടി വിറ്റ് നടന്നവർ വരെ കോടീശ്വരന്മാരായി, മീൻ പൊതിയാൻ ഇല വിറ്റവർ കോടീശ്വരന്മാരായി എന്ന് CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള DYFI ജില്ലാ സെക്രട്ടറി ശരത്ത് പറഞ്ഞിട്ട് പോലും തുടർന്നൊരു അന്വേഷണമില്ല, ഒരാൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. പറയാം, ഇതിങ്ങനെ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇവർക്ക് കുറേ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ED രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കേസുകൾ നേരിടുന്നത്, പ്രതിപക്ഷത്തെ ആക്രമിക്കുന്നു. ശരിയാണ്, ED രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. ഇന്ത്യയിലെമ്പാടുമുള്ള മുഴുവൻ പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്ന മുഴുവൻ നേതാക്കന്മാർക്കെതിരെ ED നടത്തുന്ന വേട്ട നമുക്കറിയാമല്ലോ. കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരെ ഷിബു സോറൻ എത്ര ദിവസം ഹേമന്ത് സോറൻ ജയിലിൽ പോകേണ്ടി വന്നു, മുഖ്യമന്ത്രി പദം രാജിവെച്ച്. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ജയിലിൽ പോകേണ്ടി വന്നു. ഇന്ത്യയിലെമ്പാടും 100 കണക്കിന് നേതാക്കന്മാർ വേട്ടയാടപ്പെട്ടു. 50-56 മണിക്കൂർ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയൊക്കെ ചോദ്യം ചെയ്തു. DK ശിവകുമാറിനെ വേട്ടയാടി. P ചിദംബരം ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ പോകാനായിട്ട് ഭയമുള്ള ആളുകൾ അല്ലെങ്കിൽ മടിയിൽ കനമുള്ളവർ ഒക്കെ അപ്പുറത്തേക്ക് പോയി അവരെ ഇവർ വൈറ്റ് വാഷ് ചെയ്തു. അപ്പൊ ED കേന്ദ്ര അന്വേഷണ ഏജൻസി എന്നുള്ളതിൽ ED നരേന്ദ്രമോദിയുടെ കയ്യിലെ ഒരു വെറുതെ പേടിപ്പിക്കാനുള്ള ഒരു വടി മാത്രമാണ്. ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയും. ഇതാണ് CPM ഇവിടെ പറയുന്നത്. ഞാനും ആ വാദത്തെ പിന്തുണയ്ക്കുക. BJPക്ക് വേണ്ടപ്പെട്ടവരെ അവർ സംരക്ഷിക്കുകയും BJPക്ക് എതിർക്കേണ്ടവരെ അവർ വേട്ടയാടുകയും ചെയ്യും. ഇവിടെ CPM-നെ BJPക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് ഇവിടെ നരേന്ദ്രമോദിയുടെ ED പിണറായി വിജയനെ പേടിപ്പിക്കുന്നില്ല. ലാവ്ലിൻ കേസിൽ അന്വേഷണം നടത്താനായിട്ട് CBI വരുന്നില്ല, വക്കീൽ വരുന്നില്ല. മാസപ്പടിയിൽ അന്വേഷണം നടക്കുന്നില്ല, അല്ലെങ്കിൽ കരുവന്നൂരിൽ അന്വേഷണം നടക്കുന്നില്ല, സ്വർണ്ണക്കടത്തിലും ലൈഫ് മിഷനിലും അന്വേഷണം നടക്കുന്നില്ല. CJP ഓൾറെഡി ഉണ്ട്. CJP കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിൽ ദൃശ്യമാണ്. മനുഷ്യർക്ക് ഇത് മനസ്സിലാകും. അത് വ്യക്തമാക്കുന്നതാണ് ഈ അടുത്ത കാലത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും. ഇത് ഓരോ ദിവസം ചെല്ലുന്നവർ ഇത് വെളിവാക്കപ്പെടുന്നു എന്ന് മാത്രം. ആളുകൾ കൂടുതൽ റിയാലിറ്റി ഫേസ് ചെയ്യും. അപ്പം CPM-ന്റെ അണികൾക്ക് പോലും ഇത് ഞെട്ടലുണ്ടാക്കുകയാണ്. ഇത്രയും ആഴത്തിൽ ഈ ബന്ധം ഉണ്ടായിരുന്നു എന്ന്. അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ KV തോമസിന്റെ സാന്നിധ്യത്തിൽ RSSകാരനായിട്ടുള്ള ഗവർണർ ആർലേക്കറിന്റെ മധ്യസ്ഥതയിൽ നിർമ്മല സീതാരാമനുമായി നടത്തിയ ഡൽഹി കേരള ഹൗസിലെ കൂടിക്കാഴ്ചയിൽ എന്താണ് സംസാരിച്ചത് നമുക്കറിയാമോ? നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ചെലവഴിച്ചിട്ടാണ് ഈ പ്രാതൽ കഴിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രാതൽ കഴിക്കണമെങ്കിൽ RSSകാരനായിട്ടുള്ള ഗവർണർ വേണം, അത്താഴ വിരുന്നിന് RSSകാരായിട്ടുള്ള ഗവർണർമാർ വേണം. ഇന്ത്യയിലെ 3 RSSകാരായിട്ടുള്ള ഗവർണർമാരെ അത്താഴ വിരുന്നിന് ക്ഷണിച്ച ഒരേ ഒരു ഇന്ത്യ മുന്നണി നേതാവ് പിണറായി വിജയനാണ്. ഇയാൾ ഇന്ത്യ മുന്നണിയല്ല, ഇയാള് NDA-യാ, ഇയാള് RSSകാരനാണ്. അത് നമുക്ക് മനസ്സിലാക്കും. നയപരിപാടിയിലൂടെ ഒരു നേതാവിനെ മനസ്സിലാക്കുക. അയാൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നു എന്നുള്ളതല്ല, അയാൾ അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ പുലർത്തുന്ന നയപരിപാടിയിലൂടെയാണ് അദ്ദേഹത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. CJP എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ വേറെ തർക്കത്തിനൊരു ഇടയില്ല. പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നത് CPM-ഉം അല്ല, BJP അല്ല, CJP ആണ്.